ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇൻ്റർപോളേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഷോ ദാറ്റ് ദി വാല്യൂ ഓഫ് yn ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ലീഡിംഗ് വാല്യൂ y0 ആൻഡ് ദ ലീഡിംഗ് ഡിഫറൻസ് ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, എക്സെട്ര ഡെൽറ്റ റേസ് ടു n y0. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റ f0 ഈക്വൽ ടു f1 മൈനസ് f0. അപ്പം ഈ ഒരു ഇക്വേഷൻസൊക്കെ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിളിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് f1ൻ്റെ വാല്യൂ എന്താ നമുക്ക് എഴുതാം. f1 ഈക്വൽ ടു f0 പ്ലസ് ഡെൽറ്റ f0. ഇനി ഡെൽറ്റ f1 ഈക്വൽ ടു f2 മൈനസ് f1. ഇതിൽ നിന്ന് f2ൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. f2 ഈക്വൽ ടു f1 പ്ലസ് ഡെൽറ്റ f1. അതുപോലെ തന്നെ ഡെൽറ്റ f2 ഈക്വൽ ടു f3 മൈനസ് f2. അപ്പം f3 ഈക്വൽ ടു f2 പ്ലസ് ഡെൽറ്റ f2. ഇനി ഈ മൂന്ന് ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻസ് കണ്ടുപിടിച്ച പോലെ തന്നെ ഡെൽറ്റ സ്ക്വയർ f0 ഈക്വൽ ടു ഡെൽറ്റ f1 മൈനസ് ഡെൽറ്റ f0. ഡെൽറ്റ f1 ഈക്വൽ ടു ഡെൽറ്റ f0 പ്ലസ് ഡെൽറ്റ സ്ക്വയർ f0. ഡെൽറ്റ സ്ക്വയർ f1 ഈക്വൽ ടു ഡെൽറ്റ f2 മൈനസ് ഡെൽറ്റ f1. ഡെൽറ്റ f2 ഈക്വൽ ടു ഡെൽറ്റ f1 പ്ലസ് ഡെൽറ്റ സ്ക്വയർ f1. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഡെൽറ്റ ക്യൂബ് f0 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ f1 മൈനസ് ഡെൽറ്റ സ്ക്വയർ f0. അപ്പം ഡെൽറ്റ സ്ക്വയർ f1 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ f1 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ f0 പ്ലസ് ഡെൽറ്റ ക്യൂബ് f0. ഇനി ഡെൽറ്റ ക്യൂബ് f1 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ f2 മൈനസ് ഡെൽറ്റ സ്ക്വയർ f1. ഡെൽറ്റ സ്ക്വയർ f2 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ f1 പ്ലസ് ഡെൽറ്റ ക്യൂബ് f1. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നു. ഇനി ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3ൽ നിന്നും f2ൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടും. From equation number 2 and equation number 3, we can write f2 as f2 equal to f2 എന്താണെന്ന് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് കിട്ടും. f1 പ്ലസ് ഡെൽറ്റ f1, f1 പ്ലസ് ഡെൽറ്റ f1 which is equal to f1ൻ്റെ വാല്യൂ എന്താണ് f0 പ്ലസ് ഡെൽറ്റ f0 പ്ലസ് ഡെൽറ്റ f1ൻ്റെ വാല്യൂ എന്താണ് ഡെൽറ്റ f0 പ്ലസ് ഡെൽറ്റ സ്ക്വയർ f0 which is equal to f0 പ്ലസ് 2 ഡെൽറ്റ f0 പ്ലസ് ഡെൽറ്റ സ്ക്വയർ f0 which is equal to 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു f0. ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അത് f0 ആയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിനെ ഷോർട്ടാക്കി എഴുതാണിത്. അപ്പോൾ f2ൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടി. ഇനി f2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ f3യുടെ വാല്യൂ നമുക്ക് എഴുതാൻ കഴിയും. f3 ഈക്വൽ ടു f3 എന്താണ് f2 പ്ലസ് ഡെൽറ്റ f2 which is equal to ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. f2ൻ്റെ വാല്യൂ എന്താണ് f1 പ്ലസ് ഡെൽറ്റ f1 പ്ലസ് ഡെൽറ്റ f2ൻ്റെ വാല്യൂ എന്താണ് ഡെൽറ്റ f1 പ്ലസ് ഡെൽറ്റ സ്ക്വയർ f1 which is equal to ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. f1ൻ്റെ വാല്യൂ എന്താണ് f0 പ്ലസ് ഡെൽറ്റ f0 പ്ലസ് ഡെൽറ്റ f1ൻ്റെ വാല്യൂ എന്താണ്
ഡെൽറ്റ F0 പ്ലസ് ഡെൽറ്റ സ്ക്വയർ F0 പ്ലസ് ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഡെൽറ്റ F1 ഡെൽറ്റ F0 പ്ലസ് ഡെൽറ്റ സ്ക്വയർ F0 പ്ലസ് ഇനി ഡെൽറ്റ സ്ക്വയർ F1നെ ഡെൽറ്റ സ്ക്വയർ F0 പ്ലസ് ഡെൽറ്റ ക്യൂബ് F0. ഇതിനെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? F0 പ്ലസ് 3 ഡെൽറ്റ F0 പ്ലസ് 3 ഡെൽറ്റ സ്ക്വയർ F0 പ്ലസ് ഡെൽറ്റ ക്യൂബ് F0 which is equal to 1 plus delta the whole cube into F0. അപ്പോൾ ഇത് 1 plus b അല്ല a plus b the whole cube എന്നുള്ള ഫോമിലാണുള്ളത്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അപ്പോൾ അതിനെ ഷോർട്ടാക്കി എഴുതുന്നേ ഉള്ളൂ. അപ്പം F3യുടെ വാല്യൂ എന്താണെന്നും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? F1 ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ ഇൻറ്റു F0. അതുപോലെ തന്നെ F2ൻ്റെ വാല്യൂ 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു F0. അതുപോലെ തന്നെ F3യുടെ വാല്യൂ 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ ക്യൂബ് ഇൻറ്റു F0. അപ്പം Fn എന്താണെന്ന് നമുക്ക് എഴുതാൻ കഴിയും. Fn ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ റൈസ് ടു n ഇൻറ്റു F0. ഇവിടെ 1 പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റർ ഇ ആണ്. ഇ ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? Fn ഈക്വൽ ടു ഇ റൈസ് ടു n ഇൻറ്റു F0. In general, we can say that e raised to r into fk equal to fk k plus r. അപ്പം ഈ ഒരു തിയറം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തിയറം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ മിസ്സിംഗ് ടേം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നമ്മൾ ഇ ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ എന്നുള്ള ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിയറവും അതിൻ്റെ പ്രൂഫും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.